പ്രതാപ്പൂരിൽ നിന്ന് നേരെ ചണ്ഡീഗഡ് കൊണ്ടുവരുന്നത്. അത് എയർഫോഴ്സിന്റെ ഫ്ലൈറ്റിലായിരുന്നു. ഓക്കെ, അവിടെ വന്നു. അവിടെ വന്നതിന് ശേഷമാണ് സ്മെല്ല് സ്റ്റാർട്ടായി. സ്മെല്ല് തുടങ്ങി. കാലിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് അങ്ങ് റിങ് ആയിട്ട് വെള്ളം നിറഞ്ഞിരുന്നു, അതൊക്കെ പൊട്ടി ഒലിക്കാൻ തുടങ്ങി. കൈ ആദ്യ ലക്ഷണം കാല് കേട് വന്നു കഴിഞ്ഞാൽ സ്മെല്ല് വരാൻ തുടങ്ങൂല്ലേ? വീക്കം വരും. ആദ്യം ഐസ് എഫക്റ്റ് ആയി കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് വേദന വരും. ആദ്യം ഓവർ വേദന വരും. വേദന കടച്ചിലും ഉണ്ടാവൂല്ലേ? കടച്ചിലും അത് സഹിക്കാൻ പറ്റുന്നതിന്റെ മേലെയാണ്. എന്നിട്ടാണ് ഈ ചണ്ഡീഗഡ് വന്ന ശേഷമാണ് ഇതിന്റെ സ്മെല്ല് വരാൻ തുടങ്ങിയത്. അങ്ങനെ നേരെ ചണ്ഡീഗഡ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, ട്രീറ്റ്മെന്റ് തുടങ്ങി. അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ ഡോക്ടർ പറഞ്ഞു കൈയും കാലും കട്ട് ചെയ്യണം. കൈയിന്റെ അടിഭാഗത്തായിരുന്നു, ഈ പുറത്ത് ഭാഗത്തില്ലായിരുന്നു. നമ്മളിങ്ങനെ കിടക്കുന്ന ഈ ഭാഗത്ത് വന്നു, പിന്നെ കാലിന് 2 കാലും. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു കട്ട് ചെയ്യണം നമുക്ക്. അങ്ങനെ പിന്നെ എനിക്ക് ഭയങ്കര വിഷമമായി ഇങ്ങനെ പറഞ്ഞപ്പോൾ. നമ്മൾ വിചാരിച്ച ഹോസ്പിറ്റലിൽ എത്തിയാൽ രക്ഷപ്പെടും. പിന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഡോക്ടർ എന്നോട് പറഞ്ഞു പെട്ടെന്നൊന്നുമില്ല, ട്രീറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം, രക്ഷപ്പെടുമെന്ന്. അങ്ങനെ 1.5 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എൻ്റെ കൈ രക്ഷപ്പെട്ടു. കൈ 2ഉം രക്ഷപ്പെട്ടു. പക്ഷെ കാല് ഒരു കണക്കിന് എൻ്റെ കൂടെ എൻ്റെ ഈ ദിവസം പ്രതി കാല് സ്മെല്ല് കൂടി വരികയാണ്. അങ്ങോട്ടൊന്നും അറിയുന്നില്ല. ഡെഡായി കിടക്കുക, നടക്കാനൊന്നും പറ്റില്ല. ബെഡിൽ തന്നെ ബെഡ് പേഷ്യന്റ്. ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഓവർ സ്മെൽ. ആ വാർഡ്, സർജിക്കൽ വാർഡിൽ ആർക്കും കയറാൻ പറ്റാതെ. അപ്പൊ എനിക്കൊരു റൂം തന്നിട്ടുണ്ട്, AC റൂം. പക്ഷെ അതിൽ വേറെ ഒരുത്തനെയും കൂടി കൊണ്ടിട്ട് അവൻ മെല്ലെ എന്നെ ഒഴിവാക്കാൻ വേണ്ടി അവന്റെ ഇതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ തന്നെ ഡോക്ടറോട് പറഞ്ഞിട്ട് അവനെ മരുകൊട് നമ്മളെ മാത്രം ഇട്ടേക്ക്, സഹിക്കാൻ പറ്റുന്നില്ല കൂടുതലാണ്. അപ്പോൾ ലാസ്റ്റ് ഈ വാർഡിൻ്റെ ലാസ്റ്റ് ഈ ഷുഗർ പേഷ്യൻറ്റിനായിട്ട് റൂമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവച്ചിടാനുള്ള പ്ലാൻ കുറച്ച് പേര് ചെയ്ത് നോക്കി. പക്ഷെ അവിടുത്തെ കമാൻഡൻ്റ് എല്ലാം രാവിലെ വിസിറ്റിന് വരും വെറുതെ. എനിക്കറിയില്ല, ഞാൻ എന്നെപ്പറ്റി അപവാദങ്ങൾ കുറച്ച് പറയും. കാരണം ഈ പോസ്റ്റിനെ പറ്റി അറിയില്ല. ഈ ലേലും ഈ താഴെ കിടക്കുന്ന ഇതുണ്ടല്ലോ, അവർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തോ ചെയ്തതെന്നാണ്. ദൈവം നമ്മളെ എല്ലാം കാണുന്നുണ്ട്. ആ കമാൻഡൻ്റ് എനിക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു. ഹോസ്പിറ്റൽ ചണ്ഡീമന്ദിർ ഹോസ്പിറ്റലിലെ കമാൻഡൻ്റ് എല്ലാ സഹായവും ചെയ്തു. അതിനുശേഷമാണ് കാർഗിൽ യുദ്ധം തുടങ്ങുന്നത്. കാർഗിൽ യുദ്ധം തുടങ്ങിയപ്പോൾ നമ്മളെ ഡിഫൻസ് മിനിസ്റ്ററും എന്ന് വേണ്ട VIPs വരാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ ഇങ്ങനത്തെ ഒരു കേസ് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയ കേസുകളാണ് അങ്ങോട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ സാർ നമ്മൾ ആ വിഷയത്തിലോട്ട് വരാം. ഈ കാല് സ്മെല്ലെടുക്കാൻ തുടങ്ങിയല്ലോ. അപ്പൊ സ്മെല്ലെടുക്കാൻ തുടങ്ങിയത് ഏത് ദൂരം വരെ വരാൻ തുടങ്ങിയത്? അത് ഈ റൗണ്ട് ആയിട്ട് കട്ടായതിന്റെ ഇപ്പുറം ഡോക്ടർ വന്ന് പരിശോധനകൾ ചെയ്യാറില്ലേ? 3-4 പ്രാവശ്യം ഡ്രസ്സിങ് ചെയ്യും. അപ്പൊ അവര് പറയുന്നത് ഈ കാല് മുറിക്കാതെ എന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവര് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് നടക്കുന്നില്ല. കാരണം അവിടെ ഡെഡായി. ഇനി മുറിച്ചു മാറ്റാതെ വേറെ രക്ഷയില്ല. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നെ എന്ത് ചെയ്ത് അവര് ലാസ്റ്റ് അവര് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞ ഡോക്ടർക്കും കൂടിയും കട്ട് ചെയ്യാനുള്ള മനസ്സ് വരുന്നില്ല. കാരണം എങ്ങനെ രക്ഷപ്പെടൂ എന്നുള്ള. പക്ഷെ നമ്മളെ കൈ രക്ഷപ്പെട്ടു, കാല്. അപ്പൊ ഇത് കാല് രക്ഷപ്പെടുക എന്നുള്ള ആ വെയിറ്റിങ്ങിനിടയിലൂടെ കൈന്റെ ട്രീറ്റ്മെന്റും ഒപ്പം നടക്കുന്നുണ്ട്. ഈ കൈ 2 രക്ഷപ്പെട്ടു. പക്ഷെ കാല് ഒരിക്കലും ആ സ്മെല്ല് പോകുന്നില്ല. അത് രക്ഷപ്പെടാൻ മാർഗമില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്നുള്ള ബ്ലഡ് ഓട്ടം അങ്ങോട്ട് കട്ടായി. പിന്നെ അതാണല്ലോ ആദ്യം സംഭവിക്കുന്നത്. അതാണല്ലോ. അതുകൊണ്ട് പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കംപ്ലീറ്റ്ലി ബ്ലോക്കായി. പിന്നെ ഡ്രസ്സർമാൻ വന്ന ഒരു ഡ്രസ്സിങ് ചെയ്യും. ട്രെയിനീസ് ഡോക്ടർമാർ വന്നാൽ ഡ്രസ്സ് ചെയ്യും. പിന്നെ നമ്മളെ നാട്ടുകാരനായിട്ടുള്ള സ്റ്റാഫ് ഉണ്ടായിരുന്നു അവിടെ, ആ ഡ്രസ്സർമാൻ തന്നെയാണ്. അവരെ വകയെ ഡ്രസ്സ് ചെയ്യും. എന്താ വെച്ചാൽ സ്മെല്ലൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടി. പക്ഷേ ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്തു, സാർ ഒന്നുകിൽ രക്ഷപ്പെടുമെങ്കിലും ഓക്കെ, ഇല്ലെങ്കിൽ ഇനി വെച്ചിരുന്നൊരു കാര്യമില്ല. അന്നേരമാണ് കട്ട് ചെയ്യുന്നത്. കാരണം പിന്നെ നിങ്ങൾ ഈ ചണ്ഡീഗഡ് ഹോസ്പിറ്റലിൽ നിങ്ങൾ എത്തിയല്ലോ, പ്രതാപ്പൂർ സെക്ടറിൽ നിന്ന്. അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ മെസ്സേജ് കൊടുത്തോ ഇതിനെപ്പറ്റിയുള്ള വല്ലതും? ഞാൻ ജ്യേഷ്ഠനോട് വരാൻ വേണ്ടി പറഞ്ഞു ചണ്ഡീഗഡിന്. വേറെ ഒന്നുമല്ല, ജ്യേഷ്ഠൻ എവിടെയായിരുന്നു? നാട്ടിലെ ജോലിയിലുണ്ടായിരുന്നു. ഇല്ല, അന്നേരം PSC നോക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങോട്ട് ചണ്ഡീഗഡ് വരാൻ പറഞ്ഞു. ജ്യേഷ്ഠൻ അവിടെ വന്നു ഈ അവസ്ഥ കണ്ടു. പിന്നെ എത്ര ദിവസം നിന്ന്? ഞാൻ ഇതുവരെ പിന്നെ ALC പൂനെയിൽ വന്ന് ഇതുവരെ കാല് വെച്ച് വരുന്നില്ല. അതുവരെ എന്റെ കൂടെ. ജ്യേഷ്ഠൻ വന്നിട്ട് പിന്നെ ആ മെസ്സേജ് വീട്ടിൽ കൊടുത്തോ?
വീട്ടിൽ കൊടുത്തില്ല, അച്ഛനമ്മേനെ അങ്ങനെ അറിയിച്ചില്ല. അല്ല, പിന്നെ ലാസ്റ്റ് ഞാൻ വരാൻ നേരമാകുമ്പോഴേക്ക് സിക്ക് ലീവ് വരുന്നുണ്ടല്ലോ, ആ സമയമാകുമ്പോഴേക്ക് ഞാൻ അറിയിച്ച് ചെറിയൊരു പരിക്കുണ്ട്, ഞാൻ നിങ്ങളെ മുന്നിൽ നടന്നു വരുമെന്നാണ്. കാരണം മലേൻ്റെ മുകളിലാണല്ലോ വീട്. അപ്പോൾ എന്തായാലും നടന്നു വരുമെന്ന് പറയുമ്പോൾ അമ്മ ഓക്കെ എന്നുള്ള ഇതിലെത്തി. അപ്പം പിന്നെ അത് ഞാൻ നടന്ന് തന്നെ അമ്മേന്റെ മുന്നിൽ എത്തുകയും ചെയ്തിരിക്കും. ഇല്ല, അപ്പൊ ഇനി അതിലോട്ട് വരിക, കാല് അങ്ങനെ കട്ട് ചെയ്യണമെന്നുള്ള തീരുമാനം എടുത്തു അല്ലേ? മനസ്സുകൊണ്ട് എടുത്തു. കാരണം സാറാണോ ഡോക്ടറോട് നിർബന്ധിക്കുന്നത് അതോ ഡോക്ടർ പറഞ്ഞോ? ഡോക്ടർ ആദ്യം പറഞ്ഞു കഴിഞ്ഞാന്ന്. ഡോക്ടർ ആദ്യം ഇനിയിപ്പോ ഇത് വെച്ചിട്ട് കാര്യമില്ല, ഇത് എന്തായാലും കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും പറഞ്ഞു. 2 കാലും കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും പറഞ്ഞു. അപ്പോ സാർ അതിന് പെർമിഷൻ കൊടുക്കാതിരിക്കുകയായിരുന്നോ? ഇല്ല, പെർമിഷൻ നമ്മളോട് പെർമിഷൻ ചോദിക്കുന്നു. ഒരു പരീക്ഷണമായിരുന്നു ഇത്, രക്ഷപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ കട്ട് ചെയ്ത് കളയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവസാനം കാല് കട്ട് ചെയ്ത് മാറ്റാൻ തീരുമാനം എടുക്കുകയായിരുന്നു. ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു ഇതിന് നമുക്ക് കിട്ടൂല. അപ്പൊ ജ്യേഷ്ഠൻ വന്ന ശേഷമാണോ ഇത് കട്ട് ചെയ്ത്? അപ്പൊ ജ്യേഷ്ഠനോട് ഇത് ബോധ്യപ്പെട്ടു സംഭവം എന്താണെന്നുള്ളത്? ബോധ്യപ്പെട്ടു. കൃത്യം അവിടെ വെച്ചാണ് സാറേ 2 കാലം പോയി? എന്റേത് ഇവിടെ മുട്ടിന് ഇവിടെ വെച്ചിട്ടാണ് 2 കാലം. ഇത് സ്പോഞ്ച് ആണല്ലേ? ഇത് സ്പോഞ്ച്. ഇതാണ് പൂനെയിലെ. ഇപ്പൊ ഞാൻ പൂനെയിലല്ല, ഇപ്പൊ ഓട്ടോ ബോഗിന്റെ ഞങ്ങൾ ഇവിടെ തൊട്ടാണല്ലേ? ഇവിടെ വരെ സ്റ്റംപ് ഉണ്ട്. ഇവിടെ വരെ സ്റ്റെപ്പ് ഉണ്ടല്ലേ? ഇതിന്റെ ഇവിടെ സപ്പോർട്ട് ഉണ്ടല്ലേ? സപ്പോർട്ട് ഉണ്ട്, ആർട്ടിഫിഷ്യലോ. അങ്ങനെ ഇവിടെ വെച്ചിട്ട് ചണ്ഡീഗഡ് വെച്ചിട്ട് കാല് കട്ട് ചെയ്ത് അവിടെ നേരെ പൂനെയിൽ വന്നു. അവിടെ വന്നിട്ട് എത്ര മാസം നിൽക്കേണ്ടി വന്ന്? പിന്നെ ഒരു 1.5 മാസം. അന്ന് ആ സമയത്ത് ഈ കാലിനൊരു മുറി ഉണ്ടായിരുന്നു, ഉണങ്ങുന്നില്ല. അപ്പൊ അതെന്തോ ഓപ്പറേഷൻ ചെയ്തതിലുള്ള ഒരു ചെറിയ, രണ്ടും കൂടി ഒരുമിച്ചല്ലേ ചെയ്യുന്നത്. ഇത് കറക്റ്റ് ആയിരുന്നു, ഇതിനെന്തോ പ്രശ്നമുണ്ട്, ഇത് ഉണങ്ങുന്നില്ല. എത്ര ഡ്രസ്സിങ് ചെയ്താലും ഉണങ്ങുന്നില്ല. പിന്നെ ഞാൻ ആ ബ്ലഡ് ഓട്ടത്തോട് തന്നെ കാല് വെച്ച് നടന്ന്, പിന്നെ വീട്ടിലും വരണമല്ലോ, വീട്ടിൽ വന്നു തിരിച്ചു പോയി. എന്നതിന് ശേഷം നല്ലൊരു ഡോക്ടർ വന്നു അവിടെ. അതെ, പിന്നെ ഒരു നല്ല മനുഷ്യൻ, മഹാരാഷ്ട്രക്കാരാണ്, ലെഫ്റ്റനന്റ് കേണൽ നാദ് എന്നങ്ങനാണ് എനിക്ക് തോന്നുന്നു, നാദ് എന്നാണ് പേര്. അവര് ഡോക്ടറോട് ഞാൻ കാര്യം പറഞ്ഞു, സാർ ഇത് ഉണങ്ങുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതിൻ്റെ ആകെ ഇഞ്ച് കറക്റ്റാണ്, ഇനി ഇതിൽ കട്ട് ചെയ്യാനില്ല. ഞാൻ പറഞ്ഞത് സാർ ഇത് ഉണങ്ങുന്നില്ല, നമുക്കൊന്ന് എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്റേയിൽ പ്രശ്നം, എല്ല് വന്നിട്ട് ഷാർപ്പായി നിൽക്കുന്നു, ഇത് ക്ലിയറായിട്ട്. അങ്ങനെ ആ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തു. ഇപ്പോൾ നല്ല സ്റ്റമ്പാണ്, ഒരു പ്രശ്നമില്ല ഈ കാലിന്. സാറ് വിവാഹം കഴിക്കുന്ന എപ്പോഴാണ്? അപ്പൊ ഈ സംഭവം കാല് കെട്ടിയുമ്പോ വിവാഹം കഴിച്ചിട്ടില്ല. പിന്നെ നാട്ടിൽ വന്നു, മെഡിക്കൽ ബോർഡ് ഔട്ടായി വന്നു. മെഡിക്കൽ ബോർഡ് ഔട്ടായില്ല. അതാണ് ഞാൻ ഈ ഡോക്ടർ ആണ് എനിക്ക് ഇത് എഴുതേണ്ടത്, ബോർഡ് എഴുതേണ്ടത്. അപ്പോൾ എന്നെ വിളിച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് ബോർഡിന് നമ്മൾ പോയി ഇരിക്കുക. അപ്പോൾ നമ്മൾ 100% ഡിസബിലിറ്റിയാണ്, നമ്മൾ കാറ്റഗറി ഇ ആവും. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് വരണം എന്ന് എല്ലാവരും അവിടെ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും നമ്മളെ കാണാൻ കൂടുതൽ അറിയാം. അവരെല്ലാം നമുക്ക് പറഞ്ഞു തരും, ഇങ്ങനെയാണ്, നിങ്ങൾക്ക് 100% ആണ്, നീ എന്തായാലും വീട്ടിൽ പോകേണ്ടതാണ്, കേസ് നീ തയ്യാറായിക്കോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ ഡോക്ടറെ അടുത്ത് ഉച്ചയ്ക്ക് ശേഷം വിളിച്ചപ്പോൾ ഞാൻ പോയി, ഡോക്യുമെൻ്റൊക്കെ ആയിട്ട് പോയി. ഈ സർജറി ഡോക്ടറെ അടുത്ത് നാദ് സാബിൻ്റെ അടുത്ത് പോയി. സാബിനോട് ഞാൻ പിന്നെ സാബ് എന്നോട് പറഞ്ഞു, നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഒരു ദിവസം ഞാൻ നിനക്ക് ആലോചിക്കാനുള്ള സമയം തരാം. നിനക്ക് നീ ഒരു ചെറിയ പ്രായമാണ്, നിനക്ക് വീട്ടിൽ പോകണോ അല്ല കഷ്ടപ്പാടായിരിക്കും സർവീസ് ചെയ്യാൻ, നീ സർവീസ് ചെയ്യുന്നോ എന്നുള്ള ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ എന്നോട് പറഞ്ഞു നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു എന്നെ അവിടുന്ന് മടക്കി അയച്ചു. അതായത് ഈ മെഡിക്കൽ ബോർഡ് ഫൈനൽ ഡോക്യുമെന്റ് ചെയ്യുന്ന മുന്നേ ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടി വിളിച്ചു. സർവീസിൽ തുടരാൻ ആഗ്രഹമുണ്ടോ അതോ ഈ അവസ്ഥയിൽ തന്നെ നാട്ടിൽ പോകണോ? അപ്പോ അത് ഇപ്പൊ പറയണ്ട, ഒരു ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവിടെ തിരിച്ചു വിട്ടു. അന്ന് സാർക്ക് എത്ര വർഷം സർവീസ് ആണ്? അന്ന് 24 വർഷം അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പോയി അല്ല, ഏജ് 24 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഞാൻ അവിടുന്ന് പിന്നെ തിരിച്ചു വന്ന് ജ്യേഷ്ഠനോട് പറഞ്ഞു, ഇങ്ങനെ തന്നെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ജ്യേഷ്ഠൻ പോന്നു, സിക്ക് ലീവ് കഴിഞ്ഞ് പോയിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ചെയ്തോളാൻ പറഞ്ഞു. ജ്യേഷ്ഠൻ പറഞ്ഞു ചെയ്തോ, വന്നിട്ടും വലിയ കാര്യമില്ല, പണം ഉണ്ടാവും പക്ഷെ റെസ്പെക്റ്റ് ഉണ്ടാവുകയില്ല,
ജോലി ഉണ്ടെങ്കിൽ റെസ്പെക്റ്റ് ഉണ്ടാവും. പണം മുക്കിയല്ല, ആദ്യം ജോലി ചെയ്തു, അതാ നല്ലതെന്ന് ജ്യേഷ്ഠൻ്റെ ഒരു ഉപദേശം. അവനന്നേരം ജോലി കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പിന്നെ ജോലി തുടരാൻ തീരുമാനിച്ചു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ അതിനനുസരിച്ചുള്ള ഒപ്പീനിയൻ എഴുതി ബോർഡ് നടത്തി പിന്നെ സർവീസ് ചെയ്തു. 16.5 വർഷം ഞാൻ സർവീസ് ചെയ്തു. 16.5 വർഷം ചെയ്തു ഈ അവസ്ഥയിൽ തന്നെ. അപ്പൊ അവിടെ എങ്ങനെയുള്ള ഡ്യൂട്ടി? ടോട്ടലി ഞാൻ പറഞ്ഞത് തിരിച്ച് യൂണിറ്റിൽ തന്നെ പോയി. യൂണിറ്റില് സെന്ററിൽ പോയി ബാംഗ്ലൂർ സെന്ററിൽ. അപ്പൊ സെൻട്രലാണ് പിന്നെ നിന്നത്. അല്ല, യൂണിറ്റില് അതിന്റെ ഇടയ്ക്ക് കുറച്ച് യൂണിറ്റിലേക്ക് അയച്ചിട്ടുണ്ട് സെക്കന്ദരാബാദില്. പിന്നെ പലയിടത്തും പോസ്റ്റിംഗ് വന്നു. പക്ഷേ നമുക്ക് ദൈവതുല്യം ചില ഓഫീസർമാർ വരുമല്ലോ, അതെല്ലാവർക്കും ആവില്ല. ഒരു ഞങ്ങളെ റെജിമെന്റ് സിഒയും കൂടിയായിരുന്ന ഒരു ചക്രവർത്തി സബുണ്ട്, ബ്രിഗേഡിയറായിട്ട് റിട്ടയർഡ്. അവര് എവിടെ പോസ്റ്റിംഗ് വന്നാലും ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നുകിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം. പിന്നെ ഫസ്റ്റിലത്തെ പോസ്റ്റിങ് നമ്മളെ എടുക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് സെക്കന്ദരാബാദ് ബട്ടിൻ്റെക്കാണ്. അന്നേരം ബട്ടിൻ്റെ ക്യാൻഡ് എന്നെ സെക്കന്ദരാബാദിലേക്ക് അയച്ചു. പിന്നെയും വന്നു നക്രോട്ട വന്നു, പലയിടത്തും വന്നു. പക്ഷെ എല്ലാം സെക്കന്ദരാബാദിൽ വരുന്ന യൂണിറ്റിലേക്ക് ചെയ്തു. പിന്നെ തിരിച്ച് പോസ്റ്റിംഗ് വന്നപ്പോൾ രണ്ടാമത് ഈ ചക്രവർത്തി സാർ അതിലോട്ട് നമുക്ക് തിരിച്ചു വരാം. സാർ അങ്ങനെ സർവീസ് ചെയ്യാൻ തീരുമാനിച്ചു. പൂനെന്ന് ALC നേരെ യൂണിറ്റിലോട്ട് പോയി, അത് സെൻട്രലിലോട്ട് പോയി. അപ്പൊ ഏകദേശം വയസ്സ് 25 ആയോ? 25. അവിടെ ചെറുകിട ജോലികളൊക്കെ തന്നു തുടങ്ങി നമുക്ക്. ഓഫീസ് അവിടെ ഫയൽ എടുത്ത് അങ്ങോട്ട് കൊടുക്കുക. അല്ല, ഇരുന്നിട്ടില്ല ഡ്യൂട്ടി. അപ്പൊ അവിടുന്ന് പിന്നെ സാർ വിവാഹിതനാവുന്നപ്പോഴാണ് ഞാൻ പിന്നെ ബാംഗ്ലൂർ വന്ന് കുറച്ചൊന്ന് സെറ്റ് ആയതിനു ശേഷം ഒരു ദിവസം ജ്യേഷ്ഠൻ വന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ബാരക്സിൽ കിടക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാണ്, കാരണം നിനക്ക് ഭയങ്കര സഹായമാണ്. എല്ലാവരും ആരോടൊരു കാര്യം പറഞ്ഞാൽ അത് റാങ്കൊന്നും നോക്കണ്ട, ആരോടെന്ന് പറഞ്ഞാൽ അവരെനിക്ക് ചെയ്തു തരും. പക്ഷേ എന്നാലും ജ്യേഷ്ഠൻ പറഞ്ഞു, ഇനി ബാരക്കിൽ അങ്ങനെ കിടക്കുന്നത് ശരിയല്ല, നീ പിന്നെ നിനക്ക് കല്യാണം കഴിച്ച ക്വാർട്ടേഴ്സ് കിട്ടുമല്ലോ, അതുകൊണ്ട് നീ കല്യാണം കഴിക്കും. അപ്പോഴേക്ക് ജ്യേഷ്ഠൻ പോലീസ് കയറിക്ക്. അപ്പോൾ ജോലിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു, ശരി കല്യാണം ഞാൻ നോക്കാം. അങ്ങനെ ഞാൻ ആകെ ഒരു പെൺകുട്ടീനെയാണ് കാണാൻ പോയി. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അവരോട് കാര്യവും പറഞ്ഞു. പിന്നെ അത് കുറച്ചൊന്ന് അവരെ വീട്ടുകാർ കുറച്ച് പേര് പറയും കഴിക്കണ്ട, കാലില്ലാത്ത അതാണ്. പക്ഷേ ഇവള് പറഞ്ഞ് കഴിക്കണമെന്ന്. അങ്ങനെ ഞാൻ അവളെ തന്നെ കല്യാണം കഴിച്ചു. ഇപ്പോൾ 2 മക്കളുണ്ട്. പെണ്ണ് കാണാൻ പോയപ്പോഴേ ഇത് വല്ല ബന്ധുക്കൾ ഒന്നുമല്ല. അപ്പോ അവരോട് നിങ്ങൾ തുറന്നു പറഞ്ഞു, എൻ്റെ സൈനിക സേവനത്തിനിടെ എൻ്റെ 2 കാല് നഷ്ടപ്പെട്ടതാണ്, അപ്പൊ എൻ്റെ സ്വാധീനക്കുറവ് എന്തെല്ലാം അറിയാലോ, വിവാഹത്തിന് തയ്യാറാണോ എന്നുള്ളതെല്ലാം ഭാര്യയോട് നേരത്തെ ചോദിച്ചോ? അല്ല, നമുക്ക് ഒരു മീഡിയേറ്റർ ഉണ്ടാവുമല്ലോ, അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വന്നോട്ടെ എന്ന് പറഞ്ഞു. കുട്ടിയാ പറയുന്നത് വന്നോട്ടെ. അവര് വീട്ടുകാർക്കും വലിയൊരു താല്പര്യമില്ല. അപ്പൊ ഞാൻ അവിടെ പോയി കണ്ടു. ഞാൻ കണ്ടതിന് ശേഷം ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പം നിങ്ങൾ അവരുടെ വീട് കുറച്ചൊരു ജസ്റ്റ് അന്ന് സ്റ്റെപ്പ് കയറി പോകണം, ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. എൻ്റെ കൂടെ വന്നാൽ ബുദ്ധിമുട്ടേണ്ടി വരികയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയുക എന്നാൽ. അപ്പോൾ ഇവർ കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ വിളിച്ചു, പിന്നെ ഒന്ന് നേരിട്ട് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മേനോട് പറഞ്ഞിട്ട് അവിടെ പോയി എൻ്റെ കാല് കഴിച്ച് കാണിച്ചു കൊടുത്തു. അതായത് വേറെ ഒരു ഫ്രണ്ടിന്റെ വീട്ടില് ഈ കുട്ടിയെ വരുത്തി. മിലിറ്ററിക്കാരൻ തന്നെ, അവിടെ വിളിച്ചിട്ട് നാളെ ഭാര്യയാവാൻ പോകുന്ന ആ പെൺകുട്ടിയെ എന്റെ അവസ്ഥ എന്താണെന്ന് കാലെല്ലാം അഴിച്ച് കാണിച്ചു കൊടുത്തു. ഏതുവരെ കാലുള്ളത്, എവിടുന്ന് എങ്ങോട്ട് ഡെമ്മിയാണ് എന്നുള്ളതെല്ലാം കാണിച്ചു കൊടുത്തു. പിന്നീട് പ്രശ്നം വരാൻ പാടില്ല, കുടുംബജീവിതമല്ലേ. എന്നിട്ട് ശേഷം അവർ എന്തെങ്കിലും ഒരു പ്രശ്നമില്ല എന്നാണ്. അന്നേരം ഞങ്ങൾ അവിടുന്ന് അവരമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഭാര്യന്റെ പേര് സജിത എന്ന ആ കുട്ടി ഇദ്ദേഹത്തിന്റെ 2 കാലുകളും സിയാച്ചിനിലെ സൈനിക ജോലിക്കിടെ 2 കാലുകളും സ്നോ എഫക്റ്റ് പറ്റി 2 കാലും മുറിച്ച ശേഷവും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പത്നിയാകാൻ വേണ്ടി അവർ ഒരു കടുത്ത തീരുമാനം എടുത്തു. അവർക്ക്
മീഡിയൻ്റെ വക ഒരു സല്യൂട്ട് പറയൂ സാർ. അതിനുശേഷം പിന്നെ ഞാൻ ബാംഗ്ലൂർ, എനിക്ക് ലീവില്ലായിരുന്നു, ബ്രദർ അവിടെ കൊണ്ട് ചാക്കി. അതിനുശേഷം ഞങ്ങൾ ഒരു മോൻ പറന്നു. പിന്നെ അത് മോൻ പറന്നു. പിന്നെ ഞങ്ങളെ കുടുംബജീവിതം അങ്ങനെ ഡ്യൂട്ടിയും എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. 2012 റിട്ടയർഡായി. 2012 പ്രോപ്പറായിട്ട് 16 വർഷം ചെയ്തിട്ട് അപ്പോഴും എനിക്കൊരു ഓഫീസറെ ഭയങ്കര ഹെൽപ്പ്. കാരണം ഷെൽട്ടർ അപ്പോയിൻമെന്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. കാരണം ഞാൻ വില്ലിങ്ങും സിഒ സാബ് അൺവില്ലിങ് ചെയ്ത് വരികയാണെങ്കിൽ എനിക്ക് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിത് സിഒ സാബിൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, സാബ് ഞാൻ ഇത്രയും ചെയ്തു, 15 വർഷം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, ഞാൻ ചെയ്തു. അത് എൻ്റെ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് സാബിൻ്റെ അടുത്ത് വരുന്നവരുള്ള ബുദ്ധിമുട്ട് സാബിന് അറിയാലോ. എൻ്റെ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു. സാബിനാൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. കാരണം ഞാൻ നിർബന്ധിക്കാൻ പറ്റൂലല്ലോ. അപ്പം കൂടി എനിക്ക് അവിടെ നല്ല ഹെൽപ്പായിരുന്നു സാബ്. അങ്ങനെ സാബ് എന്നെ അതേപോലെ ഷെൽട്ടർ അപ്പോയിൻമെൻറ്റിൽ ഔട്ട് ചെയ്തു പട്ടാളത്തു നിന്ന്. അപ്പോൾ അതുകൊണ്ടാണ് 17 വർഷം എനിക്ക് സർവീസ് ഉള്ളൂ. ഒരു 6 വർഷം കഴിഞ്ഞാൽ എനിക്ക് പല ബെനിഫിറ്റും പോവുകയാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് വന്നു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് മെഡിക്കൽ ബോർഡിൽ എനിക്ക് അൺഫിറ്റ് ഫോർ സിവിൽ ജോബ് എന്ന് എഴുതി. ഞാൻ സിവിൽ ജോബിന് കാരണം 100% ഡിസബിലിറ്റിയാണ്, അതും എഴുതി. അതുകൊണ്ട് വൈഫിനൊരു ജോലി കിട്ടി. ഇവിടെ വന്നതിന് ശേഷം 2 കൊല്ലത്തിനുള്ള 14 ജോലി കിട്ടി. അവൾ ഇപ്പോൾ ITIയിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു. മക്കൾ എത്ര പേരാണ്? മക്കള് മോനും ഒരു മോളും. മോള് +2 പഠിക്കുന്നു, മോനും ആർമിയിൽ ജോലി ചെയ്യുന്നുണ്ട്, അഗ്നിവീറായിട്ട്. ആർമിയിൽ കയറിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പം അവനോട് അല്ല, മോനോട് എപ്പോഴെങ്കിലും അച്ഛനുണ്ടായ ഈ ദുരന്ത കഥകളൊക്കെ പറയാറുണ്ടോ ലീവിന് വരുമ്പോഴോ എന്തെങ്കിലുമൊക്കെ? അതെ, അവൻ പട്ടാളത്തിലിരുന്നാണ്, അവിടെ ബാംഗ്ലൂരിൽ ഇരുന്നാണ് എല്ലാം കണ്ടതാണ് പട്ടാളത്തിൽ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പട്ടാളത്തിൽ പോയതിനു ശേഷമാണ് എന്നോട് ചോദിക്കുന്നത്, അച്ഛാ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടല്ല, ഇതും ഒരു ലൈഫാണ്. നിനക്ക് ജീവിതം പഠിക്കണമെങ്കിൽ ഇപ്പം അവിടുന്ന് പഠിക്കാം, പിന്നെ കണ്ടിന്യൂ ചെയ്യാം. കാരണം അഗ്നിവീർ ആയതുകൊണ്ട് ഞാൻ നിർബന്ധിക്കുകയില്ല. നിനക്ക് താല്പര്യമുണ്ട് നിൽക്കുക, ഇല്ലെങ്കിൽ പോരാ. കാരണം ഒരാഗ്രഹത്തിന് ചാടി ഇറങ്ങിയതാണെങ്കിൽ ഓൻ പോരും. കാരണം പിന്നെ 4 വർഷം കഴിഞ്ഞാൽ എല്ലാവരും ഔട്ട് ചെയ്യും അഗ്നിവീർ. എന്നിട്ട് 75% എടുക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പം കൽക്കത്തയിലുണ്ട് ആള്, BTCയിലാണ്. കുഴപ്പമൊന്നുമില്ല, വിളിക്കലുണ്ട്, പ്രശ്നമൊന്നുമില്ല. പട്ടാളത്തിന്റെ ദുഃഖങ്ങൾ എന്നോടായിട്ട് പങ്കുവെക്കും, ബാക്കിയൊക്കെ വീട്ടുകാരായിട്ടൊക്കെ. സാറിന്റെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം സാർക്ക് എങ്ങനെ സപ്പോർട്ടുണ്ട്? ഇപ്പം ഇങ്ങനെ ഞാൻ ഒരു വേറൊന്നും വിചാരിക്കണ്ട. അതായത് നാട്ടിൽ നടക്കുന്ന പല ഫംഗ്ഷനും ഉണ്ട്, രാഷ്ട്രീയ ഫംഗ്ഷനുകൾ, അല്ലെ ഈ ക്ഷേത്രത്തിലെ കല്യാണങ്ങൾ, മരണങ്ങൾ, പല ഫംഗ്ഷൻ വരുമല്ലോ. സാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രം അങ്ങനെ വല്ല സംഭവം ഉണ്ടോ? അതോ അവര് നല്ല ബഹുമാനപൂർവ്വം ക്ഷണിച്ചു വരുത്താറുണ്ടോ? നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് തന്നെ നാട് എവിടെ പോയാലും അതിൻ്റെതായ പരിഗണന. ഇപ്പൊ സാർ ഈ ഒരു അവസ്ഥയിൽ പല കാര്യങ്ങൾക്കും പല ഓഫീസുകളിലൊക്കെ പോണ്ടി വരും. അവിടെ പോകുന്ന സമയത്ത് സാർക്ക് ഉണ്ടാകുന്ന പരിഗണനയൊക്കെ എന്താണ്? നല്ല പരിഗണന. ബാങ്ക് ആയാലും ശരി, നമ്മളൊരു ചെറിയ സ്ഥാപനമായാലും വലിയ സ്ഥാപനമായാലും നമുക്ക് റെസ്പെക്ട്. ഈ വാർ ഡിസബിൾ സോൾജേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു സംഘടന സാറും മറ്റു പലവരും ചേർന്ന് രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഏത് സ്ഥാനമാണ് സാർ ഇപ്പോൾ വഹിക്കുന്നത്? ഇല്ല, ഞാൻ അതിൽ സ്ഥാനം ഏറ്റെടുത്തിട്ടില്ല. നമ്മളെ ഇതിന്റെ മെയിൻ രക്ഷാധികാരിയായ പ്രദീപ് സാബ് പറഞ്ഞിരുന്നു എടുക്കണമെന്ന്. പക്ഷെ ഞാൻ അതിൽ മാറി നിൽക്കാൻ കാരണം ഞാൻ MEG-കാരെ ഒരു കൂട്ടായ്മയുണ്ട്. MEG-കാരൻ ഞാൻ അതിൽ 9 കൊല്ലമായിട്ട് പ്രസിഡന്റായിട്ട് തുടരുകയാണ്. ഞാനും ഒരു ഷാജി മാടശ്ശേരി എന്ന് പറഞ്ഞ ഒരു ജവാനും കൂടിയും ചേർന്ന് ഉണ്ടാക്കിയതാണ്. ഇന്ന് 100-300 പേരുണ്ട് അതില്. വെച്ചാൽ MEG-ന്ന് പല കാലങ്ങളിൽ റിട്ടയർഡ് ആയതാണ്. ഞങ്ങൾ സാമ്പത്തിക സഹായമല്ല, ജസ്റ്റ് അവരെ വീടുകളിൽ സന്ദർശിക്കുക, ഒരു അസുഖമായി കഴിഞ്ഞാൽ ഒന്ന് പോവുക, കാണുക, അങ്ങനെയുള്ള ചെറിയ ഗ്രൂപ്പ് സജീവമാണ്. ഇപ്പം ഞാൻ പ്രസിഡന്റ് സ്ഥാനം അതിൽ നിന്നും മാറി വൈസ് പ്രസിഡന്റ്. കാരണം കോഴിക്കോടുള്ള പാർട്ടിക്ക് കൊടുത്തു. കാരണം എന്താ വെച്ചാൽ കുറച്ചുകൂടി പ്രവർത്തനം വിപുലീകരിക്കുക, അത് നല്ലോണം നടക്കുന്നുണ്ട്, ഒന്നും ബുദ്ധിമുട്ടില്ല. സാർ, ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നതിന് മുന്നായിട്ട് സാറിൻ്റെ ഒപ്പം ജോലി ചെയ്തവരും ഈ പ്രോഗ്രാം കാണുന്നവരും അവരോട് സാർക്ക് എന്താ പറയാനുള്ളൂ? പഴയ കൂട്ടുകാരൊക്കെ കാണുമല്ലോ, അവരിപ്പോൾ റിട്ടയർമെന്റ് ആയിട്ടുണ്ടാവും, പലവരും പല സംസ്ഥാനത്തും ഉണ്ടാവും അല്ലേ? അവരോട് സാർക്ക് എന്താ പറയാനുള്ളത്? അവരെ ഓർക്കാറുണ്ടോ? മാക്സിമം ഫോൺ കോളും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും എല്ലാം ഞാൻ ബന്ധപ്പെടുന്നുണ്ട്.
ഇനി അതിൽ വിട്ടുപോയാലും ഉണ്ടാവാം, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാലും മാക്സിമം അത് ഞങ്ങളെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ തമിഴ്, ആന്ധ്ര, കർണാടക, സൗത്ത് ഇന്ത്യൻ കാസ്റ്റ് അവരായിട്ടൊക്കെ ബന്ധം വെക്കലുണ്ട്. ഞങ്ങളെ ട്രെയിനിങ് പെട്ടൂണാണെങ്കിൽ അവരുമായിട്ടും ബന്ധമുണ്ട്. എല്ലാവരുമായിട്ടും റെജിമെൻ്റായിട്ട് 2 റെജിമെൻ്റായിട്ട് ഞാൻ 2 റെജിമെൻ്റ് ചെയ്തിട്ടുണ്ട്. 2 എഞ്ചിനീയറിലും ചെയ്തിട്ട് 5 എഞ്ചിനീയർ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹത്താണ്. 2 എഞ്ചിനീയർ തന്നില്ല എന്നല്ല, ഞാൻ കൂടുതൽ സർവീസ് ചെയ്യാൻ കിട്ടിയത് എനിക്ക് 5 എഞ്ചിനീയറിലാണ് സെക്കന്ദരാബാദിൽ. എനിക്ക് ഈ അവസ്ഥയിലാണെങ്കിൽ ഞാൻ MA റൂമിൽ BFNA നോക്കിയിട്ട് അവിടുത്തെ എല്ലാവരെയും ട്രീറ്റ്മെൻറ്റ് ചെയ്തിരിക്കുക. അങ്ങനെയല്ല, നമ്മളൊരു സന്തോഷം. അവർ വരുമ്പോൾ അവർക്കും കൂടി അറിയില്ല എനിക്ക് കാലൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെന്നൊന്നും അറിയില്ല. ഇല്ല സാറെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും വളരെ വലിയ ജെന്റിൽമാനെ പോലെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആർമിയിൽ എൻറോൾമെന്റ് ചെയ്ത് തീർച്ചയായിട്ടും അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ട് ഇപ്പോഴും പൂർണ്ണ ആരോഗ്യവാനായിട്ട് തന്നെയാണ് സാർ ഇരിക്കുന്നത്. അത് ഞങ്ങൾ കാണുന്ന പ്രേക്ഷകർക്കും അറിയാവുന്നതാണ്. അപ്പോ ഇനിയിപ്പോഴേ ഈ പുതിയ ജനറേഷനിൽ സാറേ പട്ടാളത്തിലോട്ട് പോകാനും തയ്യാറെടുക്കുന്നവര് അവർക്ക് സാർക്ക് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ് എന്താ? ഞാൻ നാട്ടില് ഞാനും കുറച്ച് എക്സ് സർവീസ്മാൻമാർ ചേർന്നിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ എൻ്റെ മോനടക്കം 5 പേര് ഞങ്ങൾ കരിക്കുക. അതിലൊരുത്ത നേഴ്സിംഗ് അസിസ്റ്റന്റ് പെർമനന്റ് സർവീസ്, ബാക്കി അഗ്നിവീർ. പക്ഷെ പിന്നെ കുട്ടികൾ വരുന്നില്ല. അവർക്ക് ഇതൊന്നും താല്പര്യമില്ല. കാരണം ഫ്രീ ആണ്. ഇതിന് കുറച്ചൊരു നമ്മൾ കഷ്ടപ്പാട്, ഫിസിക്കലി മെന്റലി കുറച്ച് പ്രഷറുള്ള ഒരു ജോബാണ് ഡിഫൻസ് സൈനിക സേവനം എന്നുള്ളത്. അതുകൊണ്ട് ഇവർക്ക് വരുന്നില്ല. പക്ഷെ അതിൽ സങ്കടമുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാം റെഡിയാണ്. ഞങ്ങളെ എക്സ് സർവീസ്മാൻ ഒരാളിൽ വേറെ ഒരാൾ ട്രെയിനിങ് കൊടുക്കും. ഞാൻ കോർഡിനേറ്റ് മാത്രമേ ചെയ്യൂ. ട്രെയിനിങ് കൊടുക്കുന്നത് നമ്മളെ കൂടെയുള്ള എക്സ് സർവീസ്മാരാണ്. അത് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ആരും പ്രസന്റ് ഇല്ല. അന്നേരം ഒരാൾ മാത്രം വന്നപ്പോൾ ഞാൻ വേറൊരു ഞങ്ങളെ കൂടെ ട്രെയിനിങ് കൊടുക്കുന്ന ആളടുത്തേക്ക് വിട്ടു. കാരണം ഒരാളായിട്ട് നടക്കൂല. ഒരു കൂടുതൽ ആളുണ്ടെങ്കിൽ അതൊരു സുഖം ഉണ്ടാവും. ഓടാനായാലും ട്രെയിനിങ് എടുക്കാനായാലും അതും ചെയ്യുന്നുണ്ട്. മിലിറ്ററി എഞ്ചിനീയർ സർവീസ് MEGയിൽ ജോലി ചെയ്ത് ജോലിക്കിടെ സിയാച്ചൻ സെക്ടറിൽ ഐസിൽ കുടുങ്ങി കാൽമുട്ടിന് താഴെ 2 കാല് നഷ്ടപ്പെട്ട ശ്രീ ലാഷ് നായിക് സുരേഷ് കുമാറാണ് നമ്മളോടൊപ്പം ഇത്രയും കാര്യങ്ങൾ വിവരിച്ചത്. ഈ ഇത്രയും പ്രതിസന്ധിക്കകത്തും ഫുൾ വിൽ പവറോട് കൂടിയിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ആർമിയിൽ ജോയിൻ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ധൈര്യപൂർവ്വം പ്രവചിക്കണമെന്നുണ്ടെങ്കിൽ സൈന്യത്തോടും നമ്മളുടെ ഡിഫൻസിനോടും അദ്ദേഹത്തിനുള്ള കടപ്പാട്, ആദരവ്, അതാണ് നമ്മൾക്ക് മുന്നിൽ ഒരു മെസ്സേജായി തരുന്നത്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും, വിമുക്ത ഭടന്മാർ, സൈന്യത്തിലുള്ളവർ എല്ലാവർക്കും വേണ്ടി ഈ മീഡിയൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ശ്രീ ലാഷ് നായിക് സുരേഷ് കുമാറിന് നൽകുകയാണ്. സാർ എത്ര താഴ്ചയിലോട്ടാണ് വീണത്? ഏകദേശം ഒരു 15-20 അടി താഴെ വീണ്. 20 അടി താഴ്ച, 20ന്റെ മേലെ ഉണ്ടായിരിക്കും. ഈ വീണ ശേഷം സാർക്ക് അവിടുന്ന് എണീക്കാൻ പറ്റിയോ? ഇല്ല, ഞാൻ താഴെ വീണപ്പോൾ കുറച്ച് സമയത്ത് എനിക്ക് അൺകോൺഷ്യസ് ആയി. അതെ. കൂടെയുള്ളവർ പിന്നെയാണ് വിളിക്കുന്നു, പിന്നെ അവരാണ് ചെയ്തത്. പിന്നെ ടൈമില് അവരടുത്ത് പുറത്തു കൊണ്ടുവരുന്നു. അതെ. അവിടുന്ന് ചെയ്തു. പിന്നെ ഞാൻ ഈ ടോളിയുടെ ലാസ്റ്റ് ആയിരുന്നു, ഏറ്റവും ലാസ്റ്റിലാണ് ഉണ്ടായിരുന്നത്.